അതിന്റെ ആ ഒരു ക്വാളിറ്റി പവർ അല്ലെങ്കിൽ 2-3 നമ്മളിവിടെ കൊടുത്തിട്ട് ഇതിൽ വരുന്ന ഈ ഒരു ഫ്ലാപ്പ് കണ്ടല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടാറ്റ അൾട്രോസിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ റിവ്യൂ ഒന്നുമല്ല ചെയ്യുന്നത്, ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ അതിന്റെ വണ്ടിയുടെ എന്തെല്ലാം നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട്, എന്തെല്ലാം പോസിറ്റീവ് ആയിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഇന്നിപ്പോൾ അതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വണ്ടിയും എക്സെറ്റ് പ്ലസ് നമ്മൾ വ്യത്യാസം വരുന്നത് ഡ്യുവൽ ടോൺ ആണ് വ്യത്യാസം വരുന്നത്. പിന്നെ വരുന്ന അലോയ് വീലെല്ലാം എക്സെറ്റിലും എക്സെറ്റ് പ്ലസിലെല്ലാം വരുന്നുണ്ടല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ എക്സെറ്റ് തൊട്ടിട്ടാണ് അലോയ് വീൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇതിലിപ്പോ എത്ര ഇഞ്ച് വരുന്നത് അലോയ് വീൽ? എത്ര വരുന്നത്? 16 ഇഞ്ച് അലോയ് വീലാണ് ഇതിൽ വരുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ എക്സ്റ്റീരിയർ എന്തെല്ലാം നമുക്ക് പുറമേ നിന്ന് ജസ്റ്റ് ഒരു പെട്ടെന്നുള്ള ഒരു കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ലുക്ക് അല്ലെ. ഇപ്പൊ ഈ ടാറ്റന്റെ ഇപ്പൊ ടിയാഗോ, ഈ ടിഗോർ, അൾട്രോസ് ഒക്കെ വരുന്നത് ഫ്രണ്ട് സൈഡൊക്കെ ഏകദേശം ഒരേ ഡിസൈൻ അല്ലെ. നല്ല ഒരു ശരിക്കും ആ ഒരു എന്താ പറയാ, പണ്ടത്തെ നമ്മുടെ ഹുണ്ടായിന്റെ ഫ്ലൂയിഡിക് ഡിസൈൻ എന്നെല്ലാം പറയുന്ന പോലെ നല്ല ശരിക്കും നല്ല കട്ടിങ്ങും അല്ലെ, ഫിനിഷിംഗ് എല്ലാം നല്ല ഇതായിട്ടുണ്ട്. ഇവിടെ വരുന്ന ഈ ബ്ലാക്ക് മുമ്പ് ക്രോമിയം അല്ലെ, പിയാനോ ബ്ലാക്ക് ക്രോമിയം ഇതിലും നല്ല ഭംഗിയാണ് അല്ലെ. ശരിക്കും മുമ്പ് ക്രോമിയം വന്നിരുന്നത് പിയാനോ ബ്ലാക്ക് ആയപ്പോൾ ശരിക്കും ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്. അത് ഇവിടെ നിന്ന് ശരിക്കും ഈ ഹെഡ്ലൈറ്റിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പിയാനോ ബ്ലാക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പുറം വരെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ക്രോമിന്റെ വീണ്ടും ഒരു ക്രോമിന്റെ ഒരു ഇത് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതും ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ എയർ ഡാം പിയാനോ ഫിനിഷ് തന്നെ, ഇത് പിയാനോ അല്ലെ, ബ്ലാക്കിൽ തന്നെ എയർ ഡാം വരുന്നത് അല്ലെ. ഇവിടെ ടാറ്റന്റെ ലോഗോ അങ്ങനെയാണ് ആ ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ വരുന്നത്. അങ്ങനെയാണ് ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതില്ലേ ഇതിന്റെ ഈ ബോണറ്റിൽ വരുന്ന ഈ ഇതെല്ലാം കണ്ടില്ലേ. ശരിക്കും പറഞ്ഞ ഈ ഒരു ഇതെല്ലാം നല്ലൊരു, അതുപോലെ തന്നെ ഈ ഇതെല്ലാം വരുന്നത് ഇവിടെ എല്ലാം നല്ല ഭംഗിയാണ് അല്ലെ. അതുപോലെ തന്നെ ഇതിന്റെ ഓട്ടോ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? വൈപ്പർ ഇതെല്ലാം വൈപ്പറൊക്കെ ഓട്ടോമാറ്റിക് നമുക്ക് ചെയ്യാം, മാനുവലും ചെയ്യാം. എങ്ങനെ, അതായത് ഓട്ടോ അല്ലേ എല്ലാം വരുന്നത്? ഓട്ടോ ആണല്ലോ. ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്ത് പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വൈപ്പർ ഓട്ടോ. മഴയുടെ സ്പീഡ് ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്ത് വെക്കാം, മാനുവലും ചെയ്യാം. നമുക്ക് 2 രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് താഴത്തെ എയർ ഡാം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എനിക്ക് ശരിക്കും ഒരു ഇതായിട്ട് ഫീൽ ചെയ്തിരുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഇതിങ്ങനെ ഉള്ളിൽ കാണുന്നത് ശരിക്കും അതൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തിന്. ഇവിടെ ശരിക്കും ഒരു കവറിങ് അല്ലെങ്കിൽ 2-3 നമ്മളിവിടെ കൊടുത്തിട്ട് ഒരു ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചൊരു ഭംഗിയുണ്ടാവും. ശരിക്കും ഇപ്പൊ നമുക്ക് ആ ഉള്ളിൽ കാണുന്ന കണ്ടൻസറിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ശരിക്കും ഇങ്ങനെ പുറമെ കാണുന്നുണ്ട് അല്ലെ. അത് ശരിക്കും ഒരു ക്ലോസ്ഡ് ആയിട്ട് അല്ലെ, കുറച്ചൊരു ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്പോർട്സ് ലുക്കിൽ കണ്ട നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു അത് കാണുന്നുണ്ട് അല്ലെ. പക്ഷെ അത് കുറച്ച് കാണാത്ത രീതിയിലാക്കി കുറച്ചൊരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എക്സ്റ്റീരിയർ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ വണ്ടിയുടെ ഇത് കീലെസ് എൻട്രി അല്ലേ? അതെ, കീലെസ് എൻട്രി ആണ്. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം 90 ഡിഗ്രി അല്ലേ? ഡോർ 90 ഡിഗ്രി ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് മെയിൻ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നതാണ് 4 ഡോറും 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓപ്പൺ ഇവിടെ വരുന്നത് അല്ലേ? ഓക്കെ,
അപ്പൊ ഇതാണ് ഇതിന്റെ 90 ഡിഗ്രി. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പ്രായ ആൾക്കാർക്കല്ല അല്ലെ ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടും. ഫാമിലിക്ക് ശരിക്കും പറഞ്ഞല്ലേ നമുക്ക് കുറച്ച് തടിയുള്ളവർക്കായാലും പ്രായ ആൾക്കാർക്കെല്ലാം ഡോറ് നല്ല രീതിയിൽ തുറന്നിട്ട് തന്നെ കണ്ടില്ലേ ഈ ഒരു ഇതിൽ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല ഹെഡ് റൂം, നല്ല ഒരു ഹെഡ് റൂം തന്നെ ഉണ്ടല്ലോ അല്ലേ. നല്ല എല്ലാവർക്കും ഹെഡ് റൂമും ലെഗ് റൂമും നല്ല ഹെഡ് റൂമും ലെഗ് റൂമും തന്നെ വണ്ടിക്ക് ഉണ്ട്. ആ ഒരു ഇതിലെല്ലാം വണ്ടി കംഫർട്ടാണ്. ഇത് പറഞ്ഞാല് ഈ ഡോറ് തന്നെ നല്ല ഒരു ഇതിന്റെ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു ക്വാളിറ്റി അല്ലേ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ ഒരു ക്വാളിറ്റി പവർ ശരിക്കും നമുക്ക് ഈ ഡോറിലെല്ലാം തന്നെ തിരിയുന്നുണ്ട്. നല്ല വെയിറ്റാ ശരിക്കും കണ്ടതാ. ആ ഡോർ അടക്കുമ്പോൾ ആ സൗണ്ട് തന്നെ കണ്ടില്ല അല്ലേ ശരിക്കും നമ്മൾ നല്ല ഒരു പക്ക സൗണ്ടാണ്. ഇതിന്റെ മിററെല്ലാം ഓട്ടോമാറ്റിക്കലി ഫോൾഡിങ് ആവൂലേ? ശരിക്കും പറഞ്ഞാൽ ബാക്ക് സൈഡ് നല്ല അല്ലെ വണ്ടി നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഇതിൽ ഇത് വരുന്നുണ്ട് അല്ലേ വൈപ്പർ, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രോസിന്റെ ഒരു ലോഗോ ശരിക്കും ഇങ്ങനെ നീളത്തിലല്ലേ കൊടുക്കുന്നത്. അത് നല്ല ഒരു സ്പോർട്ടി അല്ലെ നല്ലൊരു സ്പോർട്ടി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക് ശരിക്കും. ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലാക്ക് വന്നിട്ട് അൾട്രോസിനുള്ള ലോഗോ കൂടി വരുമ്പോൾ വണ്ടി കാണാൻ തന്നെ നല്ലത്. ഈ സ്പോർട്സ് എന്നുള്ളത് നിങ്ങൾ ഒട്ടിച്ചതാണോ? എക്സ്ട്രാ ചെയ്തതാണല്ലേ? ആ ഓക്കെ. മോഡിഫിക്കേഷന്റെ ഒരു ഭാഗമാണ്. വേറെ ഇപ്പൊ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ മോഡിഫിക്കേഷൻ ഒക്കെ നമ്മുടെ വണ്ടിക്ക് പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും ഇല്ല, ഉള്ളതെല്ലാം അല്ലെ കമ്പനിയാണ്. അതുകൊണ്ട് ഇനി കുറച്ച് സ്പോർട്സ് പരമായിട്ട് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് സ്പോർട്സ് നോട്ടിച്ച് ആ വേരിയന്റ് വരുന്നില്ലല്ലോ അൾട്രോസിലല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക്. ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ബട്ടൺ ഉണ്ട്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓപ്പൺ ആവുമല്ലോ അല്ലെ? ഇത് എത്ര ഡിക്കി സ്പേസ്? ഇത് എത്ര ഇത് വരുന്നത്? 360 ലിറ്റർ. നല്ലൊരു സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹാച്ച് ബാക്കിലല്ലേ ഈ ഹാച്ച് ബാക്കിലെല്ലാം കിട്ടുന്ന നല്ലൊരു സ്പേസ് തന്നെ ഈ വണ്ടിക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ അടച്ചോ ഇവിടെ നമുക്ക് ഇതുണ്ടല്ലേ ഒരു പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇത് വരുന്നുണ്ട്. ഇപ്പം ഓക്കെ അങ്ങനെയാണ്. എല്ലാത്തിലും ആ ഒരു ബോഡി ക്വാളിറ്റി ശരിക്കും നമുക്ക് അറിയുന്നുണ്ട് കേട്ടോ. എന്തടക്കുമ്പോഴും വണ്ടിയുടെ ആ ഒരു വെയിറ്റും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ ബമ്പറും ഈ മോൾഡിങ് എല്ലാം കാണാൻ നല്ലൊരു ശരിക്കൊരു നല്ല ഡിസൈൻ അല്ലേ. അപ്പോൾ ഈ സൈഡ് വരുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വൈഡ് 4 ഡോറും 90 ഡിഗ്രി ആണ്. അതെ. പിന്നെ ഇവിടെ ഇതെല്ലാം വരുന്നുണ്ട് അല്ലേ സ്പീക്കേഴ്സ്. എത്ര സ്പീക്കറാണ് വരുന്നത്? സ്പീക്കർ ഹർമാന്റെ തന്നെ 4 സ്പീക്കർ വരുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്റീരിയർ ഏതായാലും നമുക്ക് ഇന്റീരിയർ പിന്നീട് നമുക്ക് എക്സ്റ്റീരിയർ കഴിഞ്ഞിട്ട് ഇന്റീരിയറിലേക്ക് വരാം. ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 mm ആണ് വരുന്നത്. ഏകദേശം ഈ ഒരു കണ്ടല്ലേ 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം കൊണ്ടെല്ലാം ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ 165 mm വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് അല്ലെ? ഈ ഭാഗവും നമുക്ക് ഒരു തട്ടുന്നുള്ള ആ ഒരു ഇതുവരെ ഒന്നും അടിയൊക്കെ ഇടുന്നില്ല അല്ലെ? നമ്മൾ അത്യാവശ്യം ഈ പറഞ്ഞ നല്ല യാത്ര ചെയ്ത് പോയിട്ടുണ്ടല്ലേ? അവിടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറഞ്ഞിരുന്നു 165 mm എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ ഈ മുന്നിലേക്ക് വരുന്ന സമയത്ത് ആ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിയിലൊരു കുറവ് നമുക്ക് സംഭവിക്കുന്നുണ്ട് അല്ലേ? അതായത് ഈ ഭാഗം കൊണ്ടല്ല, പക്ഷെ ഇതിന്റെ അടിയിൽ വരുന്ന ഈ ഒരു ഫ്ലാപ്പ് കണ്ടല്ലേ, ഇത് മഡ് ഫ്ലാപ്പ് പോലുള്ള ഒരു ഫ്ലാപ്പ്. ഈ ഫ്ലാപ്പ് ശരിക്ക് അല്ല ഒരു അടി തട്ടുന്നില്ലേ? അത് നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അടി ശരിക്കും തട്ടുന്ന ഒരു ഫീൽ വരുന്നില്ല അല്ലേ വണ്ടി? അത് നമുക്ക് ശരിക്കും വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അത് എങ്ങനെയാണ് അതിൻ്റെ നിങ്ങൾക്കത് എത്രത്തോളം ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഞാനത് കാണിച്ചു തരാൻ വേണ്ടി. കണ്ട ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ആ ഫ്ലാപ്പ് ശരിക്കും റോഡുമായിട്ട് ആ ഒരു വ്യത്യാസമുള്ളൂ. അത് പെട്ടെന്ന് മുട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മൾ വരും. ഇതിപ്പോ ഈ ഒരു സൗണ്ട് കേൾക്കുന്നതാണെന്നില്ലേ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കീ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒപ്പം ഇത് വരുന്നുണ്ടല്ലേ? എന്താണ് ഒരു വാച്ച് അല്ലെ? ഒരു വാച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ വാച്ച് നമ്മളിപ്പോ അത് വണ്ടി എഞ്ചിൻ ഓഫ് ആക്കാതെ അല്ലേ പുറത്തേക്ക് വണ്ടി ഓഫ് ആക്കാതെ ദൂരെ ഇറങ്ങുന്നതുകൊണ്ടാണ് ആ ഒരു സൗണ്ട് കേട്ടത്. അതൊരു സെക്യൂരിറ്റി അല്ലെ? അതിന്റെ ഒരു സെക്യൂരിറ്റി അല്ലേ ശരിക്കും? അപ്പൊ നമുക്ക് ഏതായാലും നമ്മളിപ്പോ എക്സ്റ്റീരിയർ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് അല്ലേ, വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ റൈഡിങ്ങിൽ ഉള്ള കംഫർട്ടും കാര്യങ്ങളും അതിനെപ്പറ്റി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇപ്പോൾ വണ്ടിയുടെ റൈഡിങ് കംഫർട്ട് എന്താ ശരിക്കും നമുക്ക് തോന്നുന്നു? വണ്ടിയുടെ റൈഡിങ് കംഫർട്ട് എങ്ങനെയാണ്? റൈഡിങ് കംഫർട്ട് എക്സലന്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ഗൾഫിൽ കാറൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അത് വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നുന്നു. വണ്ടിയുടെ ടാറ്റയിൽ നിന്ന് ശരിക്കും നമുക്ക് പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്താണ് കിട്ടുന്നത്. ഈ ഒരു റേറ്റും അല്ലെ ഇതെല്ലാം വെച്ചിട്ടല്ലേ ഈ ഒരു റേറ്റിൽ ഇത്രയും പ്രീമിയം സെഗ്മെന്റ് അത്ര ഒരു
എന്താ അല്ല, പറയുക, പ്രീമിയം സെഗ്മെന്റിലേക്ക് ടാറ്റക്ക് എന്റെ അഭിപ്രായത്തിൽ ടാറ്റ കൊണ്ടുവന്നൊരു വണ്ടിയാണത് ശരിക്കും പറഞ്ഞാൽ. പ്രീമിയം ഹാച്ച് ബാക്കിൽ അവർക്ക് ഒരു പ്രീമിയം ഇല്ല ശരിക്കും പറഞ്ഞാൽ. ടാറ്റ അൾട്രോസ് തന്നെയാണ്. കാരണം അവർക്ക് നോർമലി ഇതിൽ താഴെ മുമ്പ് വന്നിരുന്ന ടിയാഗോയും പിന്നെ ടിഗോറുമാണ്. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക്, അതായത് ഇപ്പൊ ഒരു i20 അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് ബലേനോ ആ ഇതിലുമായി കമ്പാരിസൺ വരുമ്പോൾ ശരിക്കും പ്രീമിയം ഹാച്ച് ബാക്കിലേക്ക് ടാറ്റ അവതരിപ്പിച്ച വണ്ടിയാണ് ടാറ്റ അൾട്രോസ് അത്രയാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിജയം തന്നെയാണ് വണ്ടി. വണ്ടിയുടെ ആ ഒരു ഇനീഷ്യൽ പിക്കപ്പ് എല്ലാം ഉണ്ടല്ലോ, അതിനെപ്പറ്റി കുറച്ച് നെഗറ്റീവ്സ് കേൾക്കുന്നുണ്ട്. ഇനീഷ്യൽ പിക്കപ്പിനെ പറ്റി എന്താ അതിന്റെ അഭിപ്രായം എന്താണ് ശരിക്കും പറഞ്ഞാല്? ഇല്ല, എനിക്ക് അങ്ങനെയുള്ള ഫീൽ ചെയ്തൊന്നുമില്ല. ഇനീഷ്യൽ പിക്കപ്പ് കുറവായിട്ട് അങ്ങനെ ഒരു എന്തെങ്കിലും തോന്നിയിരുന്നോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇതിനു മുന്നേ സ്വിഫ്റ്റ് യൂസ് ചെയ്താണ്, വാഗണർ യൂസ് ചെയ്തത്. അപ്പൊ എനിക്ക് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ തോന്നുന്നില്ല അല്ലെ. പിന്നെ നോർമലി 3 സിലിണ്ടർ എഞ്ചിൻ അല്ലേ ഇത് വരുന്നത്? 3 സിലിണ്ടർ എഞ്ചിൻ 1200 cc അല്ലെ? 1200 cc 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോ എത്രയായാലും 3 സിലിണ്ടർ എഞ്ചിന് നമുക്കൊരു ചെറിയ പോരായ്മ എപ്പോഴായാലും അല്ലെ ഉണ്ടാവും. അതായത് ഒരു ചെറിയൊരു, ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു തോന്നുന്നു, അതായത് നമ്മള് വണ്ടി എടുക്കുമ്പോ ഫസ്റ്റ് സ്റ്റാർട്ടപ്പിൽ അല്ലെ, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു വൈബ്രേഷൻ നമുക്കല്ലേ, നമ്മൾ ആ ഒരു ക്ലച്ച് വിടുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അത് ശരിക്കും അത് 3 സിലിണ്ടർ എഞ്ചിന്റെ ഒരു പോരായ്മ തന്നെയാണ് ശരിക്കും. അത് ഈ വണ്ടിക്ക് മാത്രം പറയാൻ കഴിയില്ല, നമുക്ക് ഒട്ടുമിക്ക 3 സിലിണ്ടർ എഞ്ചിനുകൾക്കും ഉള്ള ഒരു പോരായ്മ തന്നെയാണ് ആ വൈബ്രേഷൻ. പിന്നെ വരുന്നത് ഇതിനകത്ത് ആംബിയൻ ലൈറ്റ് എല്ലാം വരുന്നുണ്ടല്ലേ വണ്ടി ശരിക്കും. ഇത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഡിസ്പ്ലേയിലുള്ള കളർ ഇത് നമുക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുമ്പോൾ ആംബിയൻ ലൈറ്റ് അല്ലെ മാറ്റാൻ വേണ്ടി പറ്റും. ഇതിപ്പോ ഡിസ്പ്ലേ വരുന്നത് എത്ര ഇഞ്ചാണ് വരുന്നത്? 7 ഇഞ്ച് ഡിസ്പ്ലേ അല്ല. ഇതില് ഹർമാൻ, അതായത് ഹർമാന്റെ ബെസ്റ്റ്. അതെ അതെ, നമ്മളിപ്പോ അറിയാലോ 4 സ്പീക്കർ അത്ര വരുന്നത്. സ്പീക്കറുണ്ട്. അതെ അല്ലേ, നല്ല പെർഫോമൻസ്, നല്ല സൗണ്ട്, നല്ല പെർഫോമൻസ്, നല്ല ക്വാളിറ്റി സൗണ്ട് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, നല്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അല്ലെ, എന്താ പറയാ, നല്ല ഒരു ഇത് ക്വാളിറ്റി ഉണ്ട് സ്വിച്ചിനെല്ലാം അല്ലെ. പ്ലാസ്റ്റിക് അത് ഇന്റീരിയർ ആയാലും ശരിക്കും ഇവിടെ നിന്നുള്ള ആ ഫിനിഷിംഗ് എല്ലാം നല്ല ഭംഗിയുണ്ട് അല്ലെ കാണാനായിട്ട്. ശരിക്കും ഇന്റീരിയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി. അതായത് ടാറ്റയെന്ന് മുമ്പ് നമ്മൾ ടാറ്റ എന്നെല്ലാം പറയുമ്പോൾ ഇന്റീരിയറിലൊന്നും നമുക്ക് അങ്ങനെ ആരും അല്ലെ ശരിക്കും വലിയ ടാറ്റയുടെ വണ്ടി നമുക്ക് അതിൽ ഇത്രയും നല്ലൊരു ഇന്റീരിയർ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്കില്ല. നമ്മള് നല്ല ഇന്റീരിയർ, അതുപോലെ തന്നെ ഗിയർ നോബ്, ഗിയർ കാര്യങ്ങളിലും നല്ല ഭംഗിയാണ്. അതുപോലെ ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്ത് ആണ് അല്ലെ ഗിയർ ഷിഫ്റ്റിംഗ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ AC ഞാൻ ചോദിക്കട്ടെ, AC ഇട്ടിട്ടും ഇടാണ്ടും വണ്ടിക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു? എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. AC ഇട്ടിട്ടും AC ഇട്ട് ഓടിക്കുമ്പോഴും, ഞാൻ മൈലേജിലല്ല ചോദിക്കുന്നത്, വണ്ടിയുടെ പവറിലാണ് ചോദിക്കുന്നത്. നമുക്ക് AC ഇട്ടിട്ടും ചേഞ്ച് ഉണ്ടോ ശരിക്കും? നമ്മള് AC ഓഫ് ആയി കഴിഞ്ഞാൽ പവർ കൂടുന്നുണ്ടല്ലോ ശരിക്കും. അത് ഇതിന് തോന്നുന്നുണ്ടല്ലോ ശരിക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഉണ്ട് എന്നാ പറയുന്നത്. AC ഇട്ടിട്ട് ഇടാണ്ട് ഓടിക്കുമ്പോൾ വണ്ടിയുടെ പവറിൽ ചെറിയൊരു മാറ്റം ഉണ്ട് പൊതുവെ. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് വണ്ടി AC ഇട്ടിട്ട് ഓടിക്കുമ്പോൾ വണ്ടി പവർ കുറവായിട്ടുള്ള ഫീൽ ഒന്നും ഇല്ല അല്ലെ. നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനും കാര്യങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ? ഇല്ല. അതുപോലെ ഇത് ഓട്ടോ AC അല്ലേ അല്ലെ? AC അല്ല, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. അതെ അതെ, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം മറ്റേ ഇത് ആപ്പിൾ ആൻഡ്രോയിഡ് കണക്ടിവിറ്റി എല്ലാം ഉള്ളതല്ലേ അല്ലെ? അതെല്ലാം ഉള്ളതാണ്. അതുപോലെ തന്നെ മീറ്റർ, അതിന്റെ മീറ്റർ ഒന്നും എടുക്കും ശരിക്കും. ആ മീറ്റർ കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. കംപ്ലീറ്റ് ഡിജിറ്റൽ മീറ്റർ അല്ലേ അത്? ഡിജിറ്റൽ അനലോഗ് ഉണ്ട് അല്ലെ, ഡിജിറ്റൽ അനലോഗും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ ഡിജിറ്റൽ, നമുക്ക് അതിനകത്ത് എല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലോ അല്ലെ മീറ്ററിൽ. ഈ ബാക്കി വരുന്ന ഇതും ഡിസ്റ്റൻസും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാം വരുന്നില്ലേ? എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊന്നും നമുക്കൊരു പോരായ്മ പറയാനില്ല വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് എന്താ പറയാ അല്ലെ, അത് നമ്മൾ പ്രതീക്ഷകൾക്ക് അപ്പുറമാണെന്നേ പറയാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഈ വോളിയം ബട്ടൺ അല്ലെ, മീഡിയ കൺട്രോളർ എല്ലാം സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്. അത് ഈ ഫുൾ ഓപ്ഷനിൽ വരുന്നതാണോ അല്ലെങ്കിൽ അല്ലെ? ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ് കൺട്രോൾ. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എല്ലാവരും റിവ്യൂല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റിവ്യൂലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളത്. അതിന് ക്രൂയിസ് കൺട്രോൾ, ഇതിന് മോഡ് എത്ര വരുന്നുണ്ട്? എത്ര സിറ്റി മോഡ് അങ്ങനെ വേറെ ഏതുള്ളത്? സിറ്റി മോഡും ഈ ബട്ടണിലാണ് വരുന്നത് അല്ലേ? ഇത് എക്കോ മോഡ്. അത് ഈ ബട്ടൺ ഓഫ് ആക്കിയാൽ, നോർമലി ഓൺ ആക്കിയാൽ സിറ്റി മോഡ്, എക്കോ മോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് മോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? പവർ കുറച്ച് കുറയുന്നുണ്ട്. എങ്ങനെ? എക്കോയില് പവർ കുറവും, സിറ്റിയില് കമ്പനി പറയുന്നത് മൈലേജ് സ്പോർട്സ് മോഡ് ആയിരിക്കും അല്ലെ? രണ്ട് മോഡേ ഉള്ളൂ, സിറ്റിയും എക്കോ. അതില് എക്കോയിലേക്ക് വരുമ്പോൾ പവർ കുറച്ച് കുറയും. ഇപ്പൊ എക്കോയിലേക്ക് മാറി. അപ്പൊ പവർ കുറച്ച് ലോസ് ആവും, കുറച്ച് കുറയും. പക്ഷെ മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടും.
പറയും. അപ്പൊ മൈലേജ് കൂടുതൽ വേണ്ടവർക്കും അല്ലെ വണ്ടി അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിറ്റി നമുക്ക് പവർ അത്യാവശ്യം നല്ല രീതിയിൽ പവർ ഒക്കെ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ സിറ്റി മോഡ് ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ 2 രീതിയിൽ എഞ്ചിൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് കമ്പനിക്കാർക്ക്. അതുപോലെ തന്നെ വണ്ടി എഞ്ചിൻ ഇതില്ല, ഐഡിലില്ല, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇല്ലേ ശരിക്കും പറഞ്ഞാല് നമ്മള് ഓട്ടോമാറ്റിക് ഓഫ് ആയിട്ടുണ്ട് വണ്ടി. ഇനി ക്ലച്ച് പെഡൽ അത് നമ്മൾ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്താൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ആവും അല്ലെ. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അല്ലെ. അത് നമുക്ക് മൈലേജ് അല്ലെ, മൈലേജിലെല്ലാം നമുക്ക് നല്ല രീതിയിൽ സിറ്റിയിലൊക്കെ നമുക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. ബ്ലോക്കും കാര്യങ്ങളിലൊക്കെ നമ്മൾ വണ്ടി പെട്ടെന്ന് നമ്മൾ ഓഫ് ആക്കാൻ ഓണാക്കാൻ അല്ലെ, അത് ഉപകാരപ്പെടും ഒരുപാട്. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിനകത്ത് ആംബ്രസ്റ്റ് അല്ലേ, ആംബ്രസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് അഡ്ജസ്റ്റബിൾ ആംബ്രസ്റ്റ് ആണ്. ഇത് സ്പേസ് ഉണ്ടോ അതിനകത്ത്? വേറെ എന്തെങ്കിലും സാധനം വെക്കാനുള്ള സ്പേസ് ഉണ്ടോ? ചെറിയൊരു ഒന്ന് കാണിക്കും, ചെറിയൊരു സ്പേസ് ഇതാ, ചെറിയൊരു സ്പേസ് വരുന്നുണ്ട് ഇതിനകത്ത്. ചെറിയ നമുക്ക് എന്തെങ്കിലും ചെറിയ അല്ലേ അതുപോലെ തന്നെ ഒക്കെ. പിന്നെ നോർമല് ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ലെവലിൽ നല്ല കംഫർട്ടാണ്. അതുപോലെ ഡാഷ്ബോർഡ് നല്ല നമുക്ക് സോഫ്റ്റ് അല്ലെ, നല്ല വളരെ സോഫ്റ്റ് ആയിട്ട് തുറന്നത് നല്ല വലിയൊരു ഡാഷ് ഇത് തന്നെയാണ് അല്ലേ ശരിക്കും. ഡാഷ്ബോർഡ് ശരിക്കും നല്ല വലിയൊരു ഡാഷ്ബോർഡ് തന്നെയാണ്. ഇത് കൂളാണോ? കൂൾ ഡാഷ്ബോർഡ് ആണോ? കൂൾ ചെയ്യുന്ന ഡാഷ്ബോർഡ് ആണല്ലോ അല്ലേ. ഓക്കെ, നല്ല ശരിക്കും ഇത് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. ട്രേ ഇത് ശരിക്കും റിമൂവ് ചെയ്യാം അല്ലേ. നല്ല പ്രീമിയം, നല്ല ക്വാളിറ്റി ഉള്ള എല്ലാം ശരിക്കും അത് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് ഇല്ല ശരിക്കും നമ്മൾ എടുത്ത് പറയണം. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് സീറ്റിംഗ് കംഫർട്ടാണ് നോക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും നല്ല നമ്മളെ ഹഗ് ചെയ്യുന്ന തരത്തിലുള്ള ശരിക്കും അത്യാവശ്യം തടിയുള്ളവർക്കും അല്ലെ നല്ല രീതിയിൽ നിവർന്ന് ഇരിക്കാൻ അല്ലെ, നമുക്ക് ഇരിക്കാൻ വേണ്ടി നല്ല കംഫർട്ട് സീറ്റിംഗ് ആണ്. ശരിക്കും ഫാബ്രിക് അല്ലേ അല്ലെ, ഫാബ്രിക് ശരിക്കും ഞാൻ പറഞ്ഞില്ല, നമ്മൾ ശരിക്കും ഇങ്ങനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള 2 ഭാഗത്തുനിന്ന് ഹഗ് ചെയ്യുന്ന തരത്തിലുള്ള സീറ്റാണ് എനിക്ക് വന്നിരിക്കുന്നത്. നല്ല അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു സ്പേസ്. ഇപ്പൊ ഞാനിത് കംപ്ലീറ്റ് ബാക്കോട്ട് അങ്ങനെ എടുത്തത് ഇപ്പൊ കംപ്ലീറ്റ് ബാക്ക് അല്ലേ. കംപ്ലീറ്റ് ബാക്കിലായാലും സ്പേസ് നല്ല രീതിയിൽ ബാക്ക് സ്പേസ് അല്ലെ, ഫുൾ നല്ല സ്പേസ് വരുന്നുണ്ട്. എഞ്ചിൻ സൗണ്ട് കുറച്ച് അകത്തേക്ക് കേൾക്കുന്നുണ്ട് അല്ലെ, ചെറിയ രീതിയിൽ ഒരു ചെറിയ എഞ്ചിൻ നോട്ട് ശരിക്കും നമുക്ക് ചെറിയ രീതിയിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും നല്ല റേസ് ചെയ്യുന്ന സമയത്ത് അല്ലെ, വണ്ടി നമ്മളൊന്ന് ഫസ്റ്റ് ഗിയറിലിട്ട് കുറച്ച് റേസ് ചെയ്യുന്നു, ഫസ്റ്റിലും സെക്കൻഡിലും ചെറിയ രീതിയിൽ എഞ്ചിൻ സൗണ്ട് അകത്തേക്ക് കേൾക്കുന്നുണ്ട്. അതെല്ലാം നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. കാരണം വെച്ചാൽ 3 സിലിണ്ടർ എഞ്ചിനെല്ലാം ചെറിയ രീതിയിൽ സൗണ്ട് എല്ലാം കേൾക്കും. പക്ഷെ വണ്ടിയുടെ ഐസൊലേഷൻ എല്ലാം കറക്റ്റ് ആണ്, നല്ല രീതിയിലുള്ള ഐസൊലേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ സസ്പെൻഷനെ പറ്റി എന്താ അഭിപ്രായം? സസ്പെൻഷൻ നല്ല സ്മൂത്ത് സസ്പെൻഷൻ ആണ്. ബ്രേക്കിംഗ് എന്താണ്? പറയാൻ തോന്നിയില്ല. അതുകൂടെ നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു മൈനസ് പറയാൻ തോന്നിയത് വണ്ടിക്ക് ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ബമ്പറിന്റെ അടിയിൽ വരുന്ന ആ ഒരു ഫ്ലാപ്പ് പോലത്തെ സംഭവം നിലത്ത് മുട്ടുന്നത്, അത് ചെറിയൊരു അവിടെ ആ ഭാഗം കൊണ്ട് ചെറിയൊരു ഇതുണ്ട്. പിന്നെ പക്ഷെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വേറെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു എഞ്ചിൻ നോട്ട് വരുന്നതും പിന്നെ നമ്മൾ ഈ ഡോറിന്റെ ഒരു ഇതുണ്ടല്ലോ അല്ലെ ശരിക്കും ലോക്ക് ചെയ്യുന്ന സംഭവത്തിൽ ഡോറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളെ മുന്നിൽ എത്തി കഴിഞ്ഞാൽ പ്രോബ്ലം. കാരണം അവര് പെട്ടെന്ന് ഹാൻഡിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഈ ഹാൻഡിൽ ഒന്ന് കാണിക്കൂ. ഈ ഹാൻഡിൽ ഇങ്ങനെ പിടിച്ച് നമ്മളിപ്പോ ലോക്ക്ഡ് ആണെങ്കിലും ജസ്റ്റ് പിടിച്ച കാരണം അത് ലോക്കിങ് വരുന്ന ഇതിൽ തന്നെയാണല്ലോ. അപ്പൊ അടുത്തത് നമ്മള് വണ്ടിയുടെ സർവീസിനെ പറ്റിയിട്ടാണ്. ഇതുവരെ സർവീസിനെ പറ്റി ഞാൻ ചോദിച്ചില്ല. എന്താ ടാറ്റയുടെ സർവീസിനെ പറ്റിയുള്ള മൊത്തമുള്ള അഭിപ്രായം? ബാഡ് ആണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഒരു സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പം ഓക്കെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പറയാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര വരുന്നത് സർവീസ് കോസ്റ്റ്? ഫസ്റ്റ് സർവീസ് കോസ്റ്റ് എനിക്ക് ജസ്റ്റ് സാനിറ്റൈസിംഗിന്റെ ആ ഒരു കോസ്റ്റ് മാത്രമേ. ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഫ്രീ ആണോ? ഇല്ല, ഓയിൽ ചേഞ്ച് 15,000 കിലോമീറ്റർ ആകുമ്പോൾ ഫ്രീ ഇല്ല. അത് അതിന്റെ കോസ്റ്റ് അടക്കണം പറഞ്ഞത്. സർവീസ് മാത്രം ഫ്രീ. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് സർവീസ് നമുക്ക് സാനിറ്റൈസിംഗ് ചെയ്യുന്ന ആ ഒരു ചാർജ് മാത്രം വന്നിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത സർവീസ് നമുക്ക് 7,000 കിലോമീറ്റർ ആണ് സർവീസ് ചെയ്യേണ്ടത്. ഇപ്പൊ ജസ്റ്റ് 4,000 കിലോമീറ്റർ ഓടിയിടും. അപ്പൊ അടുത്ത നെക്സ്റ്റ് സർവീസ് 7,000 കിലോമീറ്റർ. 7,000 കിലോമീറ്ററാണ് അടുത്ത സർവീസ് ഉള്ളത്. പിന്നെ നമുക്ക് ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ടാറ്റ എടുക്കാൻ, പഴയ പോലെയല്ല ഈ ടാറ്റന്റെ അവസ്ഥ. കാരണം എന്നാല് ഇപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പൂനെന്നാണ് കോൾ വരുന്നത്. ഇപ്പൊ എനിക്ക് തന്നെ ഒരു 3-4 പ്രാവശ്യം കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് പൂനെന്ന് വന്നിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അവർ കോൾ വിളിക്കുന്നുണ്ട്. ഇപ്പൊ നെഗറ്റീവായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ കംപ്ലൈന്റ് അങ്ങോട്ട് ഡയറക്റ്റ്. അതുകൊണ്ടാണ് എല്ലാവരുടെ ആഗ്രഹം. ടാറ്റ വണ്ടി എടുക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിലും സർവീസിനെ പേടിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ വണ്ടി എടുക്കുന്നത്. സർവീസ് ഇംപ്രൂവ് ഒന്നും കൂടി ആവണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ നമ്മളോട് ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചത് ക്രിയേഷന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്.
അപ്പോൾ എല്ലാവരുടെയും ലൈക്കും സപ്പോർട്ടെല്ലാം നമുക്ക് എപ്പോഴും വേണ്ടതാണ്. തുടർന്ന് അങ്ങോട്ടും വീഡിയോസ് എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.